ഒറ്റമൈൻഡ് എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇതേ ഇപ്പൊ കണ്ട് നല്ലോണം ഉറങ്ങാൻ കിടന്ന ഞാനാണ്. അപ്പം ഒരു കോള് വരുന്നു. ആരാണ്? നമ്മുടെ ബോസ്. കമൺ ഗൈസ് ഗെറ്റ് റെഡി, നമുക്ക് 2 ദിവസത്തേക്ക് ഒരു അടിച്ചുപൊളി ട്രിപ്പ് പോയിട്ട് വരാം. ദൂരോട്ടൊന്നല്ല, ഇവിടെ അടുത്താണ്. ഒരു 40 മിനിറ്റിന്റെ ഓട്ടോ ഉള്ളൂ. പകല് തന്നെ കടലിൽ പോകുമ്പോൾ ഒന്നും കാണാനില്ല, പിന്നെ രാത്രിന്റെ കാര്യം പറയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. 40 മിനിറ്റിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് മായ ഐലൻഡ്. ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. വൈകിട്ടാകുമ്പോൾ ജസ്റ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. അതാണ് മെയിൻ പരിപാടി. അതിനാണ് നമ്മളിവിടെ വന്ന പാടെ ഞാൻ എന്റെ പരിപാടി ഇറങ്ങി. ആങ്കർ ഇടണ്ടേ, അല്ലെങ്കിൽ ബോട്ട് എവിടെയെങ്കിലൊക്കെ പോയെത്തൂലേ. അപ്പൊ നമ്മൾ 2 ആങ്കറും ഇപ്രാവശ്യം ഇടുന്നുണ്ട്. കാരണം കാറ്റുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ ബോസിന്റെ ഫ്രണ്ടിന്റെ യാട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ആങ്കർ ഇട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. രാവിലെ കുറച്ച് ലേറ്റായി എണീക്കാൻ, കാരണം കിടന്നുറങ്ങുമ്പോൾ തന്നെ 4 മണിയായിട്ടുണ്ട്. അപ്പൊ എണീച്ച് നോക്കുമ്പോൾ നമ്മുടെ മറ്റേ യാട്ടും വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. കോയാസ് ആള് മീൻ പിടിക്കുന്നതിന് ടോപ്പാണ്, ഭയങ്കര മീൻപിടുത്താണ് എന്ന് ആള് തന്നെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചൂണ്ട അവിടെ ഇരിക്കട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം. മനുഷ്യനിവിടെ ഷർട്ട് ഇട്ടിട്ട് തന്നെ ഒരു തണലത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഷർട്ട് ഇടാതെ അവൻ വെയിലത്ത് ഇങ്ങനെ പറന്ന് കളി. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കിട്ടാൻ നോക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോയതാണ്. അവിടെ ആണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള പരിപാടി തുടങ്ങി കഴിഞ്ഞു. അപ്പൊ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഉച്ചക്ക് നല്ലോണം അടിച്ച് കയറ്റാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ഈ മീൻ പച്ചക്ക് ചുടുന്ന കാണുമ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും, പക്ഷെ സംഭവം അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചുമ്മാ മീൻ പിടിക്കുക, അതിന്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കളയാം. എന്നിട്ട് മുളകല്ല ഉപ്പിട്ടിട്ട് ചുമ്മാ ആ കണലിൽ ഇങ്ങനെ വെച്ച് വേവിക്കാം. സംഭവം ടോപ്പാണ്. വൈകിട്ട് പൊളിക്കാൻ കിടക്കുന്ന ജെസ്റ്റിയാണ് ഈ കിടക്കണൊക്കെ. ഇവർ ചങ്ങായിമാരെല്ലാരും കൂടി പോയിട്ട് എടുത്തുകൊണ്ടെന്നാണ്. എല്ലാം പുതിയ സാധനങ്ങളാണ്. എന്തായാലും ഫിഷൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. വൈകിട്ടായപ്പോഴത്തേക്ക് എല്ലാവരും ജെസ്കി എടുത്തു പോയി. ഇതേ ആ പോകുന്നതാണ് നമ്മുടെ ബോസാണ് ലാസ്റ്റ് പോയത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത്. എല്ലാത്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം മരണപ്പണിയാണ്. അങ്ങനെ സൂര്യന്റെ വൈക്ക് പോകുന്നുണ്ട്. പോയ ജസ്കികളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഇനിയിപ്പോഴൊന്നും ഫ്രീ ആവില്ല, നല്ല പണിയായിരിക്കും. പണി മുഴുവൻ കഴിയുമ്പോൾ തന്നെ ഡിന്നറിന് ടൈം ആയിട്ടുണ്ട്. എന്തായാലും ഡിന്നർ കഴിച്ച് നമുക്ക് ഈ ചന്ദ്രനെ നോക്കി കിടന്നുറങ്ങാം. ബാക്കി ഞാൻ പിന്നെ ഇട്ടേട്ടോ.